എടോ എന്നെ പിടി. ഓക്കെ സാർ, തുടങ്ങാം. സർവീസിൽ 10 കൊല്ലവും സ്വാതന്ത്ര്യദിനവും സംഗമിക്കുന്നൊരു വേളയാണല്ലോ ഇന്ന്. വിയ്യൂർ ജയിലിൻ്റെ പ്രസ്തുത വാർഡൻ എന്ന നിലയിൽ എന്തൊക്കെ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്? അതെ അതെ, ഇന്നത്തെ പ്രധാന പരിപാടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സന്ദർശനമാണ്. അദ്ദേഹം പതാക ഉയർത്തും. ഇൻമേറ്റ്സ് ഉണ്ടാക്കിയ സ്പെഷ്യൽ കേക്ക് അദ്ദേഹം മുറിക്കും. പുതിയ ബ്ലോക്കിൻ്റെ കല്ലിടൽ ചടങ്ങ് അദ്ദേഹം നിർവഹിക്കും. പിന്നെ എൻ്റെ നേതൃത്വത്തിൽ ഒരു നേരത്തേക്ക് അഗതികൾക്കും അശരണർക്കും മോമോസ് വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. അന്തേവാസികൾ ഞങ്ങളുടെ കൂട്ടുകാരാണ്, കുടുംബാംഗങ്ങളാണ്, സഹോദരങ്ങളാണ്, മക്കളാണ്. ജയിലല്ല ഞങ്ങൾക്കിത്, ഞങ്ങളുടെ സ്വന്തം തറവാടാണ്. തറവാട് ഏത്? അത്. ഹലോ. ആ സാറേ, കോശിയാന്നേ. സാറവിടെ ഉണ്ടാവില്ലേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്താടോ? അപ്പൊ ശരി സാർ. സാറേ. ആ ചന്ദ്രനോ? കയറി വാടാ. റീത്തൊക്കെ ഇട്ട് എങ്ങോട്ടാ? ഇന്നത്തെ ലിസ്റ്റിൽ കയറിയവർക്ക് ബി ബ്ലോക്കിലെ ചേട്ടന്മാർ തന്നെയാണ് സാറേ. എനിക്കൊരു സാധനം തരാനുണ്ട്. എനിക്കും തരാനുണ്ട്. ഇത് ഞങ്ങളുടെ വക ചെറിയൊരു ഫെയർവെൽ ഗിഫ്റ്റ്. സംഗതി നീ ഇവിടെ ഉള്ളത് എനിക്കൊരു ആശ്വാസമാണേലും നീ എവിടെയെങ്കിലും പോയി ജീവിക്കുക. സാറേ, ഇത് തരാനാണ് ഞാൻ. എനിക്കും ഗിഫ്റ്റോ? നീ ലിസ്റ്റ് കയറ്റിയുള്ള ലെറ്റർ ഓഫ് താങ്ക്സ് ആയിരിക്കും. നീ എഴുതിയാണല്ലേ, നീ തന്നെ വായിക്കുക. ബഹുമാനപ്പെട്ട അധികൃതർക്ക്, ഞാൻ വെട്ടുകാവിൽ ചന്ദ്രൻ, കൽപ്പറ്റ സ്വദേശി, 10 കൊല്ലമായി വിയ്യൂർ ജയിൽ B20 അന്തേവാസിയാണ്. ഹലോ. ആ സാറേ, കോശിയാന്നേ. ഒരു പ്രശ്നമുണ്ട്. ആ ഇൻവെന്ററിയിൽ നിന്ന് ഇന്നലെ കാണാതായ 5 ബോട്ടിൽ ഹാർപ്പിക്കും ഇൻസെക്ടിസൈഡും ഇനിയും കിട്ടിയിട്ടില്ല. എൻ്റെ പൊന്നു കോശി, താൻ മന്ത്രി വരുന്നതിന് മുമ്പേ ആ കേക്കും ഫുഡൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്ക്. നമുക്ക് വേറെ ആൾ വിട്ട് സെല്ലി തപ്പിക്കാന്നേ. (2021) പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട യാതൊരു ജോലിയും കൂലിയുമില്ലാത്ത ടിയാനെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് റെമിഷൻ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാനും ശേഷം ഭാഗം ജയിലിൽ കഴിയാനും അനുവദിക്കുക. ഇല്ലേൽ ടിയാന് കുറ്റം ചെയ്ത് തിരിച്ചു വരേണ്ടി വരുന്നതാണ്. ബഹുമാനപ്പെട്ട വേണ്ടി അവൻ്റെ ഒരു കോപ്പിലെ ഗിഫ്റ്റ്. സാറേ, പുറത്ത് എന്താ ഉള്ളത്? നമുക്ക് ഇവിടെ നിന്നാൽ പോരെ? എൻ്റെ ചാൻസ് ആ തോമസ് ആയിട്ട് ഞാൻ കൊടുത്തേക്ക്. എടാ പൊട്ട, ഇത് ജയിലാണ്. നിന്റെ നാട്ടിലെ സെവൻസിന് സബ്ബറക്കണതല്ല. എടാ, നീ ഇവിടുന്ന് ഇറങ്ങി നാട്ടിൽ പോയി ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു ജോലിയൊക്കെ ആകുമ്പം നീ ഇതൊക്കെ മറക്കും. നീ ചെല്ല്. ആര് തരാനാ സാറേ ഈ സമയത്ത്? ഞാൻ ആലോചിച്ചെടുത്താണ്. സാറ് മാറ്റിക്കാൻ നോക്കണ്ട. ആലോചന? എന്താ ആലോചന? ഹലോ സാറേ, പിന്നെയും കോശിയാണേ. സാറെങ്ങോട്ടും പോയിട്ടില്ലല്ലോ അല്ലേ? എടോ ഞാനേ. സാറ് ബിസിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കത്ത് മന്ത്രിയുടെ കൊടുത്തോളാം. എടാ രാവിലെ പോലും നീയൊക്കെ പട്ടി വിലയിൽ എനിക്ക് വരുന്നേ. മനസ്സമായിട്ട് 2 പെഗ്ഗൂർ അടിക്കാൻ പറ്റാണ്ട് അതിനിടയ്ക്ക് അവൻ്റെ ഒരു കോപ്പിലെ കത്തും. നീ കൊടുക്കോടാ. സാറേ, ഞാൻ കൊടുക്കും. എന്നാ നീ ആർക്കാശ കൊണ്ടേ പൊളുത്താ നിന്റെ ഈ കത്ത്. നീ ഏത് കൊമ്പത്തോണ്ടേ കൊടുത്താലും എൻ്റെ ഈ കൈ കൂടെ പോവും. നീ എങ്ങാനും ഇങ്ങോട്ട് തിരിച്ചു വന്നാ അറിയാലോ, കണ്ടം സെല്ല്. നിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടും. തൽക്കാലം നീ അടുക്കളയിൽ പോയി 2 പപ്പടം കാച്ച് വിട്ടോ. സാറേ, എന്നാലേ
ഹാർപ്പിക്കും ചെടിക്കുള്ള മരുന്നും ഞാൻ കേക്കിൽ സമാസമം ചേർത്തിട്ടുണ്ട്. നീ എങ്ങനെ അറിഞ്ഞ്? പേടിക്കണ്ട സാറേ, ചാവത്തൊന്നുമില്ല. സാർ ഇവിടെയും മന്ത്രി അങ്ങ് സെക്രട്ടേറിയറ്റ് വരെയും പറന്നങ്ങ് തൂറും. കോശി, കോശി റിപ്പോർട്ടിംഗ് സർ. പരിപാടിക്ക് വെച്ച കേക്ക് എന്തിനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അയ്യോ സാറേ, ഇത് അതല്ല. ഇത് ഞങ്ങളുടെയും ചന്ദ്രന്റെയും ഒക്കെ സാറിന് സ്പെഷ്യലാ. മുറിക്ക് സാർ. നിക്ക് 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 നിക്ക്, എന്ത് മുറിക്കാൻ? ഇനിയും കത്ത. സാർ നേരെ കൂട്ടുകാരി, എൻ്റെ ജയിലിലെ വെള്ളരിപ്രാവുകൾ എന്ന പ്രസിദ്ധീകരിക്കപ്പെടാത്ത കവിതാ സമാഹാരത്തിൽ നിന്നും സാറിനായി ഞാൻ എഴുതിയ ഒരു ഏട്. വിയൂരിന്റെ നാഥനായി വാഴുമേക ദൈവം, ആ സത്യന്റെ എങ്കിരിജേടിയും സൽപുത്രൻ. ബി ബ്ലോക്കിലെ റിപ്പർക്കു പാത തെളിച്ചു, ആദ്യ ബ്ലോക്കിലെ തോട്ടത്തിൽ പൂവ് പൊഴിച്ചു. ഓ ഇരുളിൽ സ്നേഹനാളമായി ഈ സെൻട്രൽ ജയിലിൻ നാഥനായി എ ബ്ലോക്കിന്റെ മുകളിൽ നിന്ന് നീതി പ്രമാണങ്ങൾ പകർന്നേകി. ഓ സുനിൽ സാറേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയെ തിരുഹിതം വിയൂരിൽ എന്നെന്നും നിറവേറിടേണമേ. മുറുക്കി സാറേ. കഴിച്ച ഞാൻ പെടും, കഴിച്ചില്ലേ മന്ത്രി എന്നെ പെടുപ്പിക്കും. ഇതിലെങ്ങാനും ഒന്നുമില്ലേ, ഈ തെണ്ടികളുടെ മുന്നിൽ ഞാൻ നാറും. എൻ്റെ ജോലി, ട്രാൻസ്ഫർ, പ്രമോഷൻ. ചന്ദ്ര, വാ തുറക്കടാ. സാറിനുള്ള സ്പെഷ്യൽ അല്ലേ, സാറ് കഴിക്ക്. നിനക്ക് ക്ഷീണമല്ലേ, നീ കഴി. സാർ കഴിക്ക്. മോനെ കേട്ടടാ അങ്ങോട്ട്. അച്ഛാ കഴിക്ക്. മുത്ത് പിടിയടാ. കഴിക്ക് സാറേ. നീ കഴിക്ക് പ്ലീസ്. കഴിക്ക് സാറേ. ഒന്ന് മുന്നല്ലടാ നീ. കുറെ നേരമായി തുടങ്ങിയിട്ട് ഉറക്കവും കളഞ്ഞ് ഇരുന്നിട്ട് കേൾക്കൂല്ലൊരു കോപ്പുമില്ല. പേടിക്കണ്ട സാറേ, സാറ് കഴിച്ചോ. 10 കൊല്ലം അറിയാവുന്ന സാറെന്നെ സംശയിച്ച്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയ സാറൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചാൽ ഞാൻ സാറിൻ്റെ അടുത്ത് വന്നത്. എന്തായാലും അതില്ല. പിന്നെ സാറേ, പോയ സാധനങ്ങൾ സെല്ലിൽ തപ്പിക്കാതെ ബാരക്കിലൊക്കെ ഒന്ന് തപ്പിക്കുക. ചിലപ്പോൾ കിട്ടിയേക്കും. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. B20-ലെ വി ചന്ദ്രൻ ജോസഫ് സാറിന്റെ അടുത്തേക്ക് മെസ് നമ്പർ 1-ലേക്ക് ശരി സാറേ, എത്രയും പെട്ടെന്ന് ഈ കത്തും ഗിഫ്റ്റും ഇവിടെ ഇരിക്കട്ടെ.